നേന്ത്രക്കായ അഥവാ ഏത്തപ്പഴം അത് വല്ലാതെ അങ്ങ് പഴുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നല്ല സ്വയംഭൻ ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെങ്കിൽ അതൊരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് ആ സ്പെഷ്യൽ ഏത്തക്കാപ്പം. ഞാനത് ഒന്ന് പഴുത്ത് നോക്കിയേ. ഇത് പഴുത്തങ്ങ് എറണാകുളം ആയെന്നൊക്കെ പറയുന്ന പോലെയാണ്. അതുപോലെ ആയി കണ്ടോ. അത് ഓരോ സൈസിലാക്കി കീറി വെച്ചു. അപ്പം തന്നെ അത് കറക്കാൻ തുടങ്ങി. ഒരു പക്ഷേ ഒരുപാട് അയൺ ഉള്ളത് കൊണ്ടാവും. അപ്പോൾ ഇനി ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഏത്തക്കാപ്പം ഉണ്ടാക്കാം. ഈ ഏത്തക്കാപ്പം ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയാണ് നല്ലത്. എപ്പോഴും ഗോതമ്പ് പൊടി തന്നെയാണ് മൈദക്കാട്ടിൽ നല്ലതും ആരോഗ്യവും. അതിലേക്ക് കറുത്ത എള്ള്, പിന്നീട് ഇത് വറ്റൽമുളകാണ്. അപ്പോൾ ഒന്നീ ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലേക്സ് അങ്ങ് ഇടുക. അതല്ലെങ്കിൽ ഈ വറ്റൽമുളക് ഇങ്ങനെ അങ്ങ് പൊടിച്ചിട്ടാൽ മതി. നല്ലപോലെ ഉണങ്ങിയതാണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് നമുക്കങ്ങ് പൊടിച്ചിടാം. ഇതിലേക്ക് ഉപ്പ്, പിന്നീട് പൊടിയായിട്ടരിഞ്ഞ മല്ലിയില. തണ്ടും ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ചെറുതായിട്ടുള്ള പീസായിട്ട് അരിഞ്ഞിടണം. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും യുണീക്കായിട്ടുള്ള ഏത്തക്കാപ്പമാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഒഴിക്കണം. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് കട്ട കെട്ടാതെ പെട്ടെന്ന് നമുക്കങ്ങ് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഒരു പൊടി മഞ്ഞൾ, അതായത് 1/8 ടീസ്പൂൺ മതി. ഒരുപാട് മഞ്ഞ കളർ വേണ്ട. മഞ്ഞളിനൊരു പ്രത്യേക ഒരു ഫ്ലേവറുണ്ട്. അതുകൊണ്ട് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാലും മഞ്ഞൾ ചുവയ്ക്കും. അപ്പോൾ ഇത് മതി. ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തക്കാപ്പം ഉണ്ടാക്കാം. നമുക്ക് വറുക്കാനുള്ള പാൻ വയ്ക്കാം. പാൻ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. ഇനി എണ്ണയൊന്ന് ചൂടാകട്ടെ. ഇങ്ങനെ ഫ്രിസി ആയിട്ട് മുകളിലോട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ കഷ്ണം ഏത്തക്കായും മാവിനകത്ത് മുക്കി വറക്കാം. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് മുക്കുക. അതിനുശേഷം ആദ്യം ഇടുമ്പം ഈ കേർവ്ഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ വളഞ്ഞിരിക്കുന്ന ഭാഗം വേണം ആദ്യം നമ്മൾ ചട്ടിയുടെ ഭാഗത്തേക്ക് ഇടാനായിട്ട്. നമുക്കിത് ഒസയ്ക്ക് പോലെ, അതായത് കലാപരിപാടികൾ കണ്ടോ, അത് വറക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് വെളിവശം അങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് തിരിച്ചിടാം. ഒരു ഗോൾഡൻ യെല്ലോ കളർ മതി. ഇനി അത് കൂടുതൽ മൂപ്പിക്കണമെന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ കളർ മതി. വെറൈറ്റി ഏത്തക്കാപ്പമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കമൻസും സജഷൻസും ഈവൻ കറക്ഷൻസും അത് നിങ്ങൾ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നല്ലതുപോലെ അങ്ങ് പഴുത്ത് കറുത്ത ഏത്തക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ലൊരു സ്വയംഭൻ സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് വെന്തോട്ടെ, ഒന്ന് മൂത്തോട്ടെ. അപ്പം നന്നായിട്ട് മൂത്തതൊക്കെ നമുക്ക് എടുക്കാം. അത് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ അതിൻ്റെ എക്സ്ട്രാ എണ്ണ കളയാനായിട്ട് നമ്മളൊരു കിച്ചൺ ടവലിലോട്ട് തന്നെ വെക്കണം. നമ്മൾ ഇങ്ങനെ ഇത് ഒരു കിച്ചൺ ടവലിലോട്ട് വെച്ച് കൊടുത്ത് രണ്ട് സൈഡൊന്ന് ഒപ്പി കൊടുത്താൽ എക്സ്ട്രാ എണ്ണ കഴിക്കുന്ന അങ്ങ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്, സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.